നമുക്കറിയാം പ്രശ്നത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുവരാറുണ്ട്, പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരിൽ. അതായത് അറൗണ്ട് 30 to 40 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള ആൾക്കാരിലാണ് മിക്കവാറും ടെസ്റ്റിസിലെ പ്രശ്നങ്ങൾ കാണാറുള്ളത്. അതായത് പലതരത്തിലുള്ള വീക്കങ്ങൾ, അതായത് ഹൈഡ്രോസീൽ, ഹെർണിയ, അതുപോലത്തെ വീക്കങ്ങൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ക്യാൻസറുകൾ. അതായത് ന്യൂപ്ലാസംസ് എന്ന് പറയും. അത് ബിനൈൻ ആയിരിക്കാം അല്ലെങ്കിൽ മലിഗ്നൻ്റ് ആയിരിക്കാം. അതായത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ആ, രോഗങ്ങളായിരിക്കാം. കാർസിനോമ ടെസ്റ്റിസ്, അതായത് ടെസ്റ്റിസിൻ്റെ ക്യാൻസർ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത്, അതായത് സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് അറിയാം, എല്ലാവരിലും ടെസ്റ്റിസ് ഒരേ സൈസ് ആയിരിക്കണം എന്നില്ല. ചിലവരുടെ ഒരു ടെസ്റ്റിസ് വലിപ്പക്കുറവോ അല്ലെങ്കിൽ വലിപ്പം കൂടുതലോ ഉണ്ടായിരിക്കാം. അതേപോലെ ഇതിൻ്റെ പൊസിഷനും ചിലപ്പോൾ വ്യത്യാസം വരാം. ഒന്ന് താഴെയും ഒന്ന് മുകളിലായിട്ട് ഉണ്ടാവാം. അപ്പോൾ അത് ഒന്നും വിഷയമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിലെന്തെങ്കിലും മുഴകൾ നമ്മൾ അബ്നോർമലായിട്ട് ഇതുവരെ കാണാത്ത എന്തെങ്കിലും ടൈപ്പ് തടിപ്പോ അങ്ങനെ മുഴകളോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്.